വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതിലെ പ്രധാൻ എന്നുള്ളത് എടുക്കുക. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നുള്ളത്തെ പ്രധാൻ എന്നുള്ളത് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ പ്രധാൻ എന്ന് കിട്ടും അല്ലേ? പ്രധാൻ ഏതാണ്? വിദ്യാധനം, വിദ്യാഭ്യാസം. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ധർമ്മേന്ദ്ര പ്രധാൻ ആണ് വിദ്യാഭ്യാസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അല്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം, പ്രധാനം വിദ്യാഭ്യാസം, അങ്ങനെ കണക്ട് ചെയ്താൽ ഇത് മാർക്കില്ല. അടുത്തത് അന്നപൂർണ ദേവി, വനിത ശിശു വികസനം. അന്നപൂർണ ദേവിയാണ് അല്ലേ? ദേവി, ദേവി പറയുമ്പോൾ ഒരു വനിതയല്ലേ? ദേവി ഒരു വനിത അല്ലേ? അപ്പോൾ നമുക്ക് വനിത ശിശു ഒക്കെ ഒരുമിച്ചിട്ടാണ് വരിക. വനിത ശിശു വികസനം അങ്ങനെ ഒരുമിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അന്നപൂർണ ദേവി, ദേവൻ പറയുന്നത് ഒരു പുരുഷൻ, ദേവി എന്ന് പറയുമ്പോൾ വനിതയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അന്നപൂർണ ദേവി വനിത ശിശു വികസനം. അപ്പോൾ രണ്ടെണ്ണം കിട്ടിയില്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ, പ്രധാനം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അപ്പോൾ പ്രധാൻ വിദ്യാഭ്യാസം, അന്നപൂർണ ദേവി, ദേവി പറയുന്നത് വനിത ശിശു വികസനം. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഇതേപോലെ ഓരോന്നും നമുക്കിങ്ങനെ കോഡിലൂടെ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ട് കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളെയും കുറിച്ചിട്ട് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതുണ്ട്. നമ്മുടെ NDA സർക്കാർ 3ാം തവണയാണ് തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർച്ചയായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട NDA സർക്കാരിൻ്റെ മന്ത്രിസഭ ആണ് ചുമതലയേറ്റത്. ഈ മന്ത്രിസഭയിൽ എത്ര ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 31 ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത് കേട്ടോ. 31 ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത്. സഹമന്ത്രിമാർ 36 പേരാണുള്ളത്. ഓക്കെ, അപ്പോൾ തുടർച്ചയായും 3ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ട NDA സർക്കാരിൻ്റെ മന്ത്രിസഭയാണ് നിലവിലുള്ളത്. 31 ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത്. 36 സഹമന്ത്രിമാരാണ് ഉള്ളത്. അതിൽ നമുക്ക് 2 പഠിക്കണം. സുരേഷ് ഗോപി അല്ലേ? നമുക്കറിയാം സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതിവാതകം, വാതകമാണ് കേട്ടോ, ഇവിടെ പാന്നാണ് എഴുതിയിട്ടുള്ളത്. പ്രകൃതിവാതകം, ടൂറിസം. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ വകുപ്പുകളാണ് സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത്. ജോർജ് കുര്യൻ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം, ഇത്രയും 4 വിഭാഗങ്ങൾ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? NDA സർക്കാർ തുടർച്ചയായി 3ാം തവണയാണ് മന്ത്രിസഭ നിലവിൽ വരുന്നത്. 31 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, 36 സഹമന്ത്രിമാരുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളാണ്. ജോർജ് കുര്യൻ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം എന്നീ വിഭാഗങ്ങളാണ്. ഇനി നമുക്ക് 5 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണുള്ളത്. അതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക, പേര് കാണാതെ പഠിക്കൊന്നും വേണ്ട. 5 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുണ്ട്. അതാരൊക്കെയാണ്? റാവു ഇന്ദർജിത്ത് സിംഗ്, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, അർജുൻ റാം മേഘവാൾ, പ്രതാപ് റാവു ജാദവ്, ജയന്ത് ചൗധരി. റാവു ഇന്ദർജിത്ത് സിംഗ്, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, അർജുൻ റാം മേഘവാൾ, പ്രതാപ് റാവു ജാദവ്, ജയന്ത് ചൗധരി. 2 സിംഗ് ഉണ്ട്, പിന്നെ 2 റാം അല്ലേ? റാം റാവു, പിന്നെ ജയന്ത് ചൗധരി. ഓക്കെ അല്ലേ? റാവു ഇന്ദർജിത്ത് സിംഗ്, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, അർജുൻ റാം മേഘവാൾ, പ്രതാപ് റാവു ജാദവ്, ജയന്ത് ചൗധരി. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി മന്ത്രിമാരും വകുപ്പുകളിലേക്കും പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ അല്ലേ? വിദ്യാഭ്യാസം പ്രധാനം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം എന്ന് നമുക്ക് കിട്ടും. പിന്നെ അന്നപൂർണ ദേവി, നമ്മളതിൽ കണക്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? ദേവി എന്നുള്ളത് നമ്മൾ വനിത എന്ന് കണക്ട് ചെയ്തു അല്ലേ? ദേവി എന്നുള്ളത് നമ്മൾ വനിത എന്ന് വെച്ചിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അത് കിട്ടി. ഇനി മനോഹർലാൽ ഖട്ടർ ആണ് ഊർജം. അത് നമുക്ക് എങ്ങനെ ഓർക്കുക? അപ്പോൾ മനോഹർലാൽ ഖട്ടർ അല്ലേ? മനോഹർലാൽ, നമുക്കൊരു മോഹൻലാൽ എന്നൊക്കെ ഓർത്തോടെ. മനോഹർലാൽ, മോഹൻലാൽ അല്ലേ? മോഹൻലാൽ ഭയങ്കര എനർജറ്റിക് അല്ലേ? നല്ല ഊർജ്ജം അല്ലേ? നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു എനർജറ്റിക് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്താൽ മതി. മോഹൻലാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. നല്ല ഊർജ്ജം, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഊർജ്ജം പ്രസരിപ്പൊക്കെ തോന്നും ആളെ കാണുമ്പോൾ. അപ്പോൾ അതാണ് അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനോഹർലാൽ ഖട്ടർ ഊർജ്ജ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഓക്കെ, ഇനി നിർമ്മല സീതാരാമൻ, നമുക്കതറിയാം എല്ലാവർക്കും. ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം അല്ലേ? ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം, നിർമ്മല സീതാരാമൻ നമുക്കതറിയാം അല്ലേ? ബജറ്റ് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കതറിയാം. ഇനി ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം, ഇതെങ്ങനെ കണക്ട് ചെയ്യാം?
ഭൂപേന്ദ്ര യാദവ് അല്ലേ, ഭൂപേന്ദ്ര യാദവ്. ഭൂപേന്ദ്ര എന്നുള്ളത് ഭൂമി എന്ന് എടുക്കുക. നമുക്ക് ഭൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഭൂമി എന്ന് എടുക്കുക. ഓക്കെ, ഭൂ എന്ന് പറയുമ്പോൾ ഭൂമി എന്ന് എടുക്കുക. അപ്പോൾ ഭൂമിയിലല്ലേ ഈ പരിസ്ഥിതി വനം ഒക്കെ എവിടെയുള്ളത്? നമ്മുടെ ഭൂമിയിലല്ലേ. ഭൂമിയിൽ ഒരുപാട് വനമുണ്ട്. അതുപോലെ ഭൂമിയിലെ പരിസ്ഥിതി അങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഭൂമി, പരിസ്ഥിതി, വനം എന്നൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം വകുപ്പുകൾ എന്ന് കിട്ടുമല്ലോ. ഓക്കെ, അടുത്തത് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ, യുവജനകാര്യം, കായികം. തൊഴിൽ, യുവജനകാര്യം, കായികം എന്നിവയാണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ നോക്കാം? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ, യുവജനകാര്യം, കായികം. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സുഖ് അല്ലേ, ഇതിലത്തെ ഈ സുഖ് എന്ന് എടുക്കുക. വളരെ സുഖമായിട്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു യുവത്വം ആണ് അല്ലേ. യുവത്വത്തിലാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. വാർദ്ധക്യം വരുമ്പോൾ അതിൻ്റേതായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും പല ബുദ്ധിമുട്ടുകൾ, പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ നമുക്ക് കുറച്ച് സുഖമായിട്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ യുവത്വം ആണ്. അപ്പോൾ സുഖ് എന്നുള്ളത് നമുക്ക് യുവജനം എന്ന് എടുത്തു കഴിഞ്ഞാൽ യുവജനകാര്യം മൻസുഖ് മാണ്ഡവ്യ. ഇതിപ്പോൾ കഴിഞ്ഞ LDCക്ക് ചോദിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് എന്തായാലും നോക്കി വയ്ക്കുക. യുവജനകാര്യം മൻസുഖ് മാണ്ഡവ്യ, സുഖ്. ഓക്കെ, സുഖം എന്ന് ഓർത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഈ യുവജനങ്ങളാണ് അല്ലേ ഒരുപാട് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ യുവജനം, തൊഴിൽ, കായികവും നമുക്ക് യുവജനമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ യുവജനകാര്യം, തൊഴിൽ, കായികം എന്നിവ ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ അല്ലേ. അടുത്തത് CR പാട്ടീൽ, ജൽശക്തി വകുപ്പ്. CR പാട്ടീൽ, ജൽശക്തി വകുപ്പ്. അതെങ്ങനെ ഓർത്ത് വയ്ക്കാം? ഇപ്പം നമുക്ക് ജൽശക്തി അല്ലേ, ശക്തിയായിട്ട് ഇങ്ങനെ ജലം ഒഴുകുകയാണെന്ന് ഓർക്കുക. അപ്പോൾ ശക്തിയായിട്ട് ഇങ്ങനെ ജലം ഒഴുകുമ്പോൾ നമുക്കൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കും അല്ലേ. ഒരു പാട്ട് പോലെ ഉള്ളൊരു സൗണ്ടാണ് നമുക്ക് കേൾക്കുക. നല്ല താളത്തിലൊക്കെ വെള്ളം ഒഴുകുമല്ലോ. അപ്പോൾ ജൽശക്തി, ശക്തിയിൽ ജലം ഒഴുകുമ്പോൾ നമുക്കതൊരു പാട്ട് പോലെ തോന്നിയതിൻ്റെ സൗണ്ട് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ CR പാട്ടീൽ ജൽശക്തി വകുപ്പ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ. അടുത്തത് രാജനാഥ് സിംഗ്, പ്രതിരോധം. ഓക്കെ, പ്രതിരോധം. ഇപ്പോൾ നമുക്ക് രാജനാഥ് എന്നുള്ളത് രാജാവ് എന്ന് എടുക്കാം. അപ്പോൾ രാജാവിന് യുദ്ധം ഒക്കെ വരുന്ന സമയത്ത് പ്രതിരോധത്തിന് ആളുകളെ വെക്കും അല്ലേ. അപ്പോൾ രാജനാഥ് സിംഗ് പ്രതിരോധം, അങ്ങനെ കണക്ട് ചെയ്യാലോ. രാജാവ് പ്രതിരോധത്തിന് ആളുകളെ വെച്ചു. എപ്പോൾ? യുദ്ധം വരുമ്പോൾ പ്രതിരോധത്തിന് ആളെ വെച്ചു. പ്രതിരോധം പറഞ്ഞാൽ എതിർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സൈന്യത്തെയൊക്കെ വെച്ചു, അങ്ങനെ ഓർത്താൽ മതി. രാജാവ് പ്രതിരോധത്തിന് ആളുകളെ വെച്ചു, രാജ്നാഥ് സിംഗ് പ്രതിരോധം. ഓക്കെ അല്ലേ. അടുത്തത് അമിത് ഷാ ആഭ്യന്തരം സഹകരണം. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അതിനൊരു കോഡ് പറയുന്നില്ല. അമിത് ഷാ ആഭ്യന്തര സഹകരണവും അമിത് ഷാ ആണ്. ഓക്കെ, അതുപോലെ നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം, അതും എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ബാക്കി നമ്മൾ കോഡിലൂടെ ആണ് ഇപ്പോൾ നോക്കിയത്. ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞത് നോക്കാം. ധർമ്മേന്ദ്ര പ്രധാനം എന്താണ്? വിദ്യാഭ്യാസം, അങ്ങനെ കണക്ട് ചെയ്തു. ദേവി വനിത ശിശു വികസനം, അന്നപൂർണ ദേവി. മനോഹർലാൽ ഖട്ടർ ഊർജം, മോഹൻലാൽ നല്ല ഊർജം. നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം. പിന്നെന്താ പറഞ്ഞേ? ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം അല്ലേ. ഭൂമിയുടെ പരിസ്ഥിതി വനം. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ സുഖമായിട്ടിരിക്കുന്ന സമയം എപ്പോഴാണ്? യുവജനം അല്ലേ, യുവജനം. പിന്നെ കായികം, തൊഴിൽ, യുവജനങ്ങളാണ് തൊഴിൽ തേടുന്നത്. അപ്പോൾ അതൊക്കെ മൻസുഖ് മാണ്ഡവ്യ. CR പാട്ടീൽ ജൽശക്തി വകുപ്പ് അല്ലേ. ശക്തിയായിട്ട് ജലം വരുമ്പോൾ അതിൻ്റെ സൗണ്ട് ഒരു പാട്ട് പോലെ തോന്നി. CR പാട്ടീൽ ജൽശക്തി വകുപ്പ്. രാജ്നാഥ് സിംഗ് പ്രതിരോധം അല്ലേ, രാജാവ് പ്രതിരോധത്തിന് സൈന്യത്തെ വയ്ക്കുന്നു. അപ്പോൾ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അമിത് ഷാ ആഭ്യന്തരം സഹകരണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ. അടുത്തത് നോക്കാം. നിതിൻ ഗഡ്കരിയാണ് റോഡ് ഗതാഗതം, ഹൈവേ. റോഡ് ഗതാഗതം, ഹൈവേ എന്നിവ നിതിൻ ഗഡ്കരി. അപ്പോൾ ഇത് ഈ കരി എന്നുള്ളത് എടുക്കാം. കരി പറയുമ്പോൾ എന്താ? കറുപ്പ്. റോഡ് എന്ത് നിറാണ്? കറുപ്പ് അല്ലേ. അപ്പോൾ നിതിൻ ഗഡ്കരി എന്ന് കേൾക്കുമ്പോൾ നമുക്കകത്ത് കരി എന്ന് ഓർമ്മ വരണം. എന്ന് വെച്ചാൽ കറുത്ത റോഡാണ് ഓർമ്മ വരേണ്ടത്. അപ്പോൾ നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ഹൈവേ. ഓക്കെ അല്ലേ. അടുത്തത് JP നഡ്ഡ ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. ഓക്കെ,
ഈ നട എന്നുള്ളത് നമ്മൾ നടാന്ന് ഓർക്കുക. എന്ന് പറഞ്ഞാൽ നടക്കുക. ഓക്കെ, നടക്കുക. അപ്പം നട എന്നുള്ളതിനെ നമ്മൾ എന്താ, നടക്കുക എന്നുള്ളതിനെ നടാന്ന് എടുക്കുക. അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് നടക്കാൻ പറ്റൂ അല്ലേ. ആരോഗ്യം ഉണ്ടെങ്കിലാണ് നടക്കാൻ പറ്റൂ. നട, JP നഡ്ഡ. നടക്കാൻ പറ്റുന്നത് എപ്പോഴാണ്, ആരോഗ്യമുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് JP നഡ്ഡ ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം എന്നീ വകുപ്പുകളാണ് JP നഡ്ഡ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യാം. ഇനി S ജയശങ്കർ വിദേശകാര്യമാണ്. അത് ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. S ജയശങ്കർ വിദേശകാര്യം കേട്ടോ. വിദേശകാര്യം S ജയശങ്കർ. ഓക്കെ, അപ്പം ജീവിതത്തിൽ പരാജയപ്പെട്ടവരൊക്കെ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് ജയിച്ചു വരുന്നു. വിദേശത്ത് പോയി ജയിച്ചു വരുന്നു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ജയം അല്ലേ, ജയം വിദേശം അങ്ങനെ കണക്ട് ചെയ്യും പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി, S ജയശങ്കർ വിദേശകാര്യം. ഓക്കെ, പിന്നെ കുറേ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, റെയിൽവേ മന്ത്രി ചോദിച്ചിട്ടുള്ളതാണ് അശ്വിനി വൈഷ്ണവാണ് കേട്ടോ. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, IT, വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ്. റെയിൽവേ, IT, വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ്. റെയിൽവേ ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ ഏതാണ്? കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. കൃഷി, ക്ഷേമം, ഗ്രാമവികസനം. അപ്പം നമുക്ക് സാധാരണ നമ്മൾ കർഷകർ സിംഗ് ആണ് കേൾക്കാറുള്ളത് അല്ലേ, സിംഗ് എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ശിവരാജ് ചൗഹാൻ അല്ലെങ്കിൽ നമുക്ക് ശിവരാജ് എന്ന് എടുക്കാം. ശിവരാജ് എന്ന് പറയുന്ന ഒരു കർഷകനാണെന്ന് എടുത്താൽ മതി. ശിവരാജ് കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. ഓക്കെ, ഒരു ഗ്രാമത്തിലുള്ള ശിവരാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ, ഒരു കർഷകനാണ് ശിവരാജ്. അപ്പോൾ ആ ശിവരാജ് കൃഷി ചെയ്യുന്നു, അതുപോലെ കർഷകക്ഷേമം, ഗ്രാമവികസനം അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ എന്തായിട്ട് പറ്റും, ഏതൊക്കെ വകുപ്പുകളാണെന്ന് കണക്കാക്കാൻ പറ്റും. ഓക്കെ, ഇനി HD കുമാരസ്വാമി ഘനവ്യവസായം, ഉരുക്ക്. HD കുമാരസ്വാമി ഘനവ്യവസായം, ഉരുക്ക്. അങ്ങനെ നമുക്ക് ഓർക്കാം. സ്വാമി അല്ലേ, സ്വാമി എന്ന് പറയുമ്പോൾ എന്താ, വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ്, സ്വാമിനെയാണ് അല്ലേ. അപ്പോൾ സ്വാമി വളരെ ഒരുപാട് ശക്തിയുള്ള ഒരു സങ്കല്പമാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഉരുക്ക് എന്ന് പറയുന്നത് വളരെ ബലമുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ സ്വാമി എന്ന് പറയുമ്പോൾ വളരെ ഉരുക്ക് പോലെയുള്ളൊരു ആളാണ്, അല്ലെങ്കിൽ ഒരു സങ്കല്പമാണ്. സ്വാമി ഉരുക്ക് പോലെ ബലമുള്ളതാണ്. അങ്ങനെ നമുക്ക് മനസ്സിൽ അങ്ങനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ അത് കണക്റ്റ്. സ്വാമി ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ പറയില്ലേ, വളരെ ശക്തിമാനായിട്ടുള്ള ആൾ. അപ്പോൾ സ്വാമി വളരെ ശക്തിമാനാണെന്ന് ഓർത്താൽ മതി. ഉരുക്ക് ഘനവ്യവസായം, കുമാരസ്വാമി. ഇനി പീയൂഷ് ഗോയൽ വാണിജ്യം, വ്യവസായം എന്നിവ പീയൂഷ് ഗോയലാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പീയൂഷ് ഗോയൽ വാണിജ്യം, വ്യവസായം. ഓക്കെ, അടുത്ത നോക്കാം. ജിതിൻ റാം മാഞ്ചി ഏതാണ്? ചെറുകിട ഇടത്തരം സംരംഭമാണ് ആര്? ജിതിൻ റാം മാഞ്ചി. ഇപ്പോൾ ആളുടെ പേര് നോക്കി നോക്കുക, ജിതിൻ അല്ലേ, മാഞ്ചി. അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഒരു ചെറിയ റാമും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ജിതിൻ മാഞ്ചി, അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒരു ചെറിയ റാമുണ്ട്. അപ്പോൾ ഇടത്തരം അല്ലേ, ജിതിൻ മാഞ്ചി എന്നതിൻ്റെ ഇടയിലാണ് ചെറിയ റാം എന്നുള്ളതുള്ളത്. അപ്പോൾ ചെറുകിട ഇടത്തരം സംരംഭം. ഓക്കെ, ജിതിൻ മാഞ്ചി എന്നതിൻ്റെ ഇടയിൽ റാം എന്ന് പറയുന്ന ഒരു ചെറിയൊരു അക്ഷരമുണ്ട് അല്ലേ. അപ്പോൾ ചെറുകിട ഇടത്തരം സംരംഭം അങ്ങനെ കണക്ട് ചെയ്തൂടെ. ചെറുകിട ഒരു ചെറിയ അക്ഷരം ഇടയ്ക്കുണ്ട് അല്ലേ, ചെറിയ അക്ഷരം ഇടയ്ക്കുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭം ജിതിൻ റാം മാഞ്ചി. ഓക്കെ അല്ലേ. ഇനി സർബാനന്ദ സനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർക്കാം? സർവാനന്ദം അല്ലേ, നമുക്കത് ആനന്ദം എന്ന് എടുക്കാം. സർവാനന്ദം, എപ്പോഴും ആനന്ദം അല്ലേ, സർവാനന്ദം. എപ്പോഴും അത്രയും ആനന്ദം ഉണ്ടാവുന്നത് ഷിപ്പിംഗ്, ജലഗതാഗതം അല്ലേ. ജലത്തിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഷിപ്പിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വളരെ സർവാനന്ദമാണ്. ഓക്കെ, അപ്പോൾ പേടിയാണ് പലർക്കും ഉണ്ടാവുക. എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഇമേജിൻ ചെയ്താൽ മതി, നമ്മളിങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ആഹ്ലാദിക്കുകയാണ്, സർവാനന്ദം. ഓക്കെ, അപ്പോൾ സർബാനന്ദ സനോവാൾ ഷിപ്പിംഗ്, ജലഗതാഗതം, തുറമുഖം.
ഓക്കെ. സർവാനന്ദം, സർവാനന്ദം അല്ലേ, ആനന്ദം, സർവാനന്ദം. ആനന്ദം ഉണ്ടാവുന്നത് എപ്പോഴാണ്? കപ്പലിൽ പോകുമ്പോഴാണ് എന്ന്. അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർബാനന്ദ സനോവാൾ ഷിപ്പിംഗ്, ജലഗതാഗതം, തുറമുഖം എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി രാം മനോഹർ നായിഡു. രാം മനോഹർ നായിഡു വ്യോമയാനം. അത് നമുക്ക് സുഖമായിട്ട് പറ്റുമല്ലേ കണക്ട് ചെയ്യാൻ. ഇതെന്താണ്? മനോഹർ അല്ലേ, മനോഹർ എന്നുള്ളത് എടുക്കാതെ മനോഹർ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ വ്യോമയാനം അല്ലേ, വ്യോമയാനം. നമ്മൾ വ്യോമയാനം പറഞ്ഞാൽ എന്താ? ആകാശത്തിൽ കൂടെയുള്ള യാത്രയല്ലേ. അപ്പോൾ നമ്മൾ വിമാനത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലേ. വിമാനത്തിൽ പോകുമ്പോൾ താഴോട്ടുള്ള കാഴ്ച വളരെ മനോഹരമായിരിക്കും. അപ്പോൾ മനോഹർ നായിഡു വ്യോമയാനം. മനോഹർ, രാം മനോഹർ നായിഡു വ്യോമയാനം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞെന്തായിരുന്നു? ജിതിൻ റാം മാഞ്ചി അല്ലേ, ജിതിൻ റാം മാഞ്ചി. ജിതിൻ മാഞ്ചി എന്നിവയ്ക്ക് ഇടയിൽ കിടക്കുന്ന ചെറിയൊരക്ഷരം, ചെറുകിട ഇടത്തരം സംരംഭം ജിതിൻ റാം മാഞ്ചി. സർബാനന്ദ സനോവാൾ, സർവാനന്ദം എപ്പോഴാണ്? ഷിപ്പിംഗ്, ജലഗതാഗതം, തുറമുഖം. രാം മനോഹർ നായിഡു മനോഹരമായ കാഴ്ച കാണുന്നത് വ്യോമയാനം. ഓക്കെ അല്ലേ. അടുത്തത് രാജീവ് രഞ്ജൻ സിംഗ്. രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്തി രാജ്. അപ്പോൾ ഇവിടെ തന്നെ കിട്ടും അല്ലേ, രാജീവ് രാജ്, രാജീവ് രാജ്, പഞ്ചായത്തി രാജ്. ഓക്കെ. രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്തി രാജ്. അതിൻ്റെ ഒപ്പം തന്നെ ഫിഷറീസും മൃഗപരിപാലനവും കൂടെ ഓർത്ത് വയ്ക്കാം. അടുത്തത് ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി അല്ലേ, ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി. അത് നമുക്കറിയാമല്ലേ, ഒറ്റന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് എളുപ്പമായിട്ട് തന്നെ കിട്ടും. അത് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഡോക്ടർ എന്നുള്ളതൊക്കെ കണക്ട് ചെയ്താൽ മതി. ഡോക്ടർ സാമൂഹിക നീതി ഉറപ്പുവരുത്തേണ്ട വ്യക്തിയല്ലേ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് പഠിക്കുക. ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി. അടുത്ത് പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ ഉപഭോക്തൃകാര്യം. ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. പ്രഹ്ലാദ്, ആഹ്ലാദം ഓർക്കുക, വളരെ ആഹ്ലാദം എപ്പോഴുണ്ടാവുക? നമുക്ക് ഫുഡ് കാണുമ്പോൾ അല്ലെ, ഭക്ഷ്യവസ്തുക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഹ്ലാദം ഉണ്ടാവും. അപ്പോൾ പ്രഹ്ലാദ്, പ്രഹ്ലാദ് എന്നുള്ളത് നമ്മൾ ആഹ്ലാദം എന്ന് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴുണ്ടാവുക ആഹ്ലാദം? ഭക്ഷ്യവസ്തുക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ആഹ്ലാദമായിരിക്കും. അപ്പോൾ പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ ഉപഭോക്തൃകാര്യം. ഓക്കെ. അടുത്തത് ജുവയിൽ ഓറം. ജുവയിൽ ഓറം പട്ടികവർഗം. ജുവയിൽ ഓറം പട്ടികവർഗം. നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? ഈ ഓറം എന്നുള്ളത് ഓരം എന്ന് എടുക്കുക, ഓരം അല്ലേ. അപ്പോൾ നമ്മൾ പട്ടികവർഗം നമ്മൾ സാധാരണ എവിടെയാണ്? മലയോരങ്ങളിലൊക്കെ അല്ലേ കാണപ്പെടാറ്. ആദിവാസി വിഭാഗങ്ങളൊക്കെ മലയോര പ്രദേശങ്ങളിലാണ് സാധാരണ പൊതുവെ കാണപ്പെടുന്നത്. അപ്പോൾ ആ മലയോരം എന്നുള്ളത് ഓരം എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പട്ടികവർഗം എന്ന് കണക്ട് ചെയ്യാം അല്ലേ. ജുവയിൽ ഓറം പട്ടികവർഗം, ഓരം പട്ടികവർഗം, ഓരം പട്ടികവർഗം. ഓക്കെ. ഗിരിരാജ് സിംഗ്. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്, ടെക്സ്റ്റൈൽസ്. ഗിരിരാജ സിംഗ് ടെക്സ്റ്റൈൽസ്. അതങ്ങനെ തന്നെ. ഇപ്പോൾ ഗിരിരാജ സിംഗ്, ഗിരിജ ടെക്സ്റ്റൈൽസ് അങ്ങനെയൊക്കെ ഓർത്താൽ മതി. ഓക്കെ. ഗിരിരാജ ടെക്സ്റ്റൈൽസ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ പേരാണ് ഗിരിരാജ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ഗിരിരാജ സിംഗ് ടെക്സ്റ്റൈൽസ്. ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ. ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ ഓരോ വകുപ്പുള്ളൂ, അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ജുവയിൽ ഓരം പറഞ്ഞ് നമ്മളല്ലേ, ഓരം മലയോരം, ഓരം, ഓരം പട്ടികവർഗം. ഗിരിരാജ സിംഗ് ടെക്സ്റ്റൈൽസ്. അതുപോലെ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി. പ്രഹ്ലാദ് ജോഷി ആഹ്ലാദം എപ്പോഴാണ്? ഭക്ഷ്യ ഉപഭോക്തൃകാര്യം. ഓക്കെ. ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് കിരൺ റിജിജു. കിരൺ റിജിജു പാർലമെൻ്ററി കാര്യം ന്യൂനപക്ഷം. കിരൺ റിജിജു. റിജിജു എന്നൊക്കെ നമ്മളങ്ങനെ കേൾക്കാറില്ല അല്ലേ പേര്, വളരെ കുറവ് ആണ് കേൾക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂനപക്ഷം അല്ലേ, വളരെ ന്യൂനമായിട്ട് നമ്മൾ എന്ത് റിജിജു എന്നൊക്കെ കേൾക്കാറുള്ളൂ. അപ്പോൾ ന്യൂനപക്ഷം റിജിജു അല്ലേ. റിജിജു എന്നുള്ള പേരൊന്നും അധികം കേൾക്കാറില്ല. അപ്പം നമ്മൾ റിജിജു എന്നുള്ളത് എന്താണ്? ന്യൂനപക്ഷമാണ്. പാർലമെൻ്ററി കാര്യവും അവർ തന്നെയാണെന്നൊന്ന് കണക്ട് ചെയ്യുക. കിരൺ റിജിജു ന്യൂനപക്ഷം പാർലമെൻ്ററി കാര്യം. ഓക്കെ. അടുത്തത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം ടൂറിസം.
ടൂറിസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗജേന്ദ്രം, ഗജം പറഞ്ഞാൽ എന്താ? ആന അല്ലേ. അപ്പോൾ നമ്മൾ ആനയുടെ പുറത്തൊക്കെ കയറിയിട്ട് ഇങ്ങനെ എന്താണ് യാത്ര ചെയ്യുന്നത് ഓർത്ത് നോക്കാം. ആനയുടെ പുറത്ത് കയറി നമ്മളൊരു ടൂറിന് പോവുകയാണെന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് ടൂറിസം. നമ്മൾ ടൂർ പോകുന്നത് എങ്ങനെയാണ്? ഗജരാജൻ അല്ലേ, ഗജം എന്ന് പറഞ്ഞാൽ ആന. ആനപ്പുറത്ത് കയറിയിട്ടാണ് നമ്മൾ ടൂർ പോണത് ഇപ്രാവശ്യം. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് ടൂറിസം. ഓക്കെ, ടൂറിസവും സാംസ്കാരികവും ഒരുമിച്ച് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് ടൂറിസം. അടുത്തത് ഹർദീപ് സിംഗ് പുരി. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം. ഇതെങ്ങനെ നമുക്ക് ഓർക്കാം? ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഈ ദ്വീപ് കണ്ടില്ലേ, ഹർദീപിലത്തെ ദ്വീപ് എടുക്കുക അല്ലേ, ദ്വീപ്. അപ്പോൾ നമ്മൾ ഈ ദ്വീപിൽ നിന്നാണ് പെട്രോളിയം ഒക്കെ നമ്മൾ ഖനനം ചെയ്യുന്നത് എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഒരുപാട് ദ്വീപുകൾ അറിയാം അല്ലേ. അപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്നല്ല, ദ്വീപ സമൂഹങ്ങളിൽ നിന്നാണ് എന്ത് കൊണ്ടുവരുന്നത്? പെട്രോളിയം, പ്രകൃതിവാതകവും ഒക്കെ ഖനനം ചെയ്ത് കൊണ്ടുവരുന്നത് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഹർദീപ് സിംഗ് പുരി. അപ്പോൾ എവിടെ നിന്നാണ് പെട്രോളിയം പ്രകൃതിവാതകം കിട്ടുന്നത്? ദ്വീപിൽ നിന്ന്. അതങ്ങനെ പഠിക്കരുത് കേട്ടോ, അത് ജസ്റ്റ് കോഡായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ദ്വീപിൽ നിന്നൊന്നും അല്ല, ദ്വീപിൽ നിന്ന് മാത്രമൊന്നുമല്ല പെട്രോളിയം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്, കോഡ് എന്ന രീതിയിൽ മാത്രം കണക്ട് ചെയ്യുക. ദ്വീപിൽ നിന്നാണ് പെട്രോളിയം പ്രകൃതിവാതകവും ഒക്കെ ഖനനം ചെയ്തെടുക്കുന്നത് എന്ന് ഓർത്താൽ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം. അടുത്തത് ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി. ഓക്കെ, കൽക്കരി ഖനി, കിഷൻ റെഡ്ഡി കൽക്കരി ഖനി. ഇതങ്ങനെ തന്നെ പഠിക്കണം, കിഷൻ റെഡ്ഡി കൽക്കരി ഖനി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. കിഷൻ റെഡ്ഡി കൽക്കരി ഖനി. പിന്നെ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണമാണ്. ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണം. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേഴ്സണൽ പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, പിന്നെ മറ്റ് മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും എല്ലാം ആരെന്നെ നോക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞത് ഒന്നും കൂടെ നോക്കാം അല്ലേ. ജിതിൻ റാം മാഞ്ചി അല്ലേ, ഇടയ്ക്ക് കിടക്കുന്ന ചെറിയ അക്ഷരം, ചെറുകിട ഇടത്തരം സംരംഭം. സർബാനന്ദ സനോബാൾ, സർവാനന്ദം എപ്പോൾ? ഷിപ്പിംഗ് അല്ലേ, ഷിപ്പിംഗ് ടൈമിൽ, ജലഗതാഗത സമയത്ത് വളരെ സർവാനന്ദാണ്. തുറമുഖം. രാം മനോഹർ നായിഡു, മനോഹരമായ കാഴ്ച കാണുന്നത് എപ്പോഴാണ്? വ്യോമയാനം അല്ലേ, വ്യോമം, ആകാശത്തു കൂടെ പോകുമ്പോൾ. രാം മനോഹർ നായിഡു വ്യോമയാനം. രാജീവ് രഞ്ജൻ സിംഗ് അല്ലേ, രാജീവ് പഞ്ചായത്തി രാജിലെ രാജ് പഞ്ചായത്തി രാജ്. അപ്പോൾ പഞ്ചായത്തി രാജ് ചോദിച്ചാൽ രാജീവ് രഞ്ജൻ സിംഗ് ആണ്. ഒപ്പം തന്നെ ഫിഷറീസും മൃഗപരിപാലനവും കൂടെ കണക്ട് ചെയ്യാം. പിന്നെ ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു സാമൂഹിക നീതി. അതായത് ഡോക്ടറിന് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഡോക്ടർ സാമൂഹിക നീതി ഉറപ്പുവരുത്തേണ്ട ഒരു ജോലിയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി. പ്രഹ്ലാദ് ജോഷി, പ്രഹ്ലാദം, ആഹ്ലാദം എപ്പോഴാണ് ഉണ്ടാവുക? ഭക്ഷ്യവസ്തുക്കൾ കാണുമ്പോൾ. പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ ഉപഭോക്തൃ കാര്യം. ജുവയിൽ ഓരം അല്ലേ, ഓരത്താരാണുള്ളത്? മലയോരത്തൊക്കെ പട്ടികവർഗം. അപ്പോൾ ജുവയിൽ ഓരം പട്ടികവർഗം, അങ്ങനെ കണക്ട് ചെയ്യാം. ഗിരിരാജ സിംഗ് ടെക്സ്റ്റൈൽസ്, ഗിരിരാജ ടെക്സ്റ്റൈൽസ്, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. ഗിരിരാജ സിംഗ് ടെക്സ്റ്റൈൽസ്. ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ. കിരൺ റിജിജു അങ്ങനെ വളരെ ന്യൂനമായിട്ട് കേൾക്കുന്നൊരു പേരാണ് റിജിജു എന്നൊക്കെ. ന്യൂനപക്ഷം, പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അല്ലേ, ഗജം, ആനയുടെ പുറത്ത് കയറിയിട്ടാണ് നമ്മൾ എങ്ങോട്ട് പോണത് ഇപ്രാവശ്യം? ടൂറിന് പോകുന്നത് അല്ലേ, ആനപ്പുറത്ത് കയറിയിട്ടാണ്. അപ്പോൾ ഗജേന്ദ്ര സിംഗ് എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ആനപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ടൂർ പോണ ഒരു രംഗമൊക്കെ ഓർത്താൽ മതി. അപ്പോൾ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിൽ ടൂറിസം, സാംസ്കാരികം. ഹർദീപ് സിംഗ് പുരി, ദ്വീപിൽ നിന്നാണ് നമ്മൾ പെട്രോളിയം പ്രകൃതിവാതകമൊക്കെ ഖനനം ചെയ്തെടുക്കുന്നത് എന്ന് ഓർക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഹർദീപ് സിംഗ് പുരി പെട്രോളിയം വാതകം. ഇനി ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി. ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണം.
ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണം, നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി പേഴ്സണൽ പെൻഷൻ, ആണവോർജ്ജം, ബഹിരാകാശം, മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത വകുപ്പുകൾ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 31 ക്യാബിനറ്റ് മന്ത്രിമാരെക്കുറിച്ചും അവരുടെ വകുപ്പുകളാണ് നോക്കിയത്. അപ്പോൾ കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും എന്ന ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. NDA സർക്കാർ 3-ാം തവണ തുടർച്ചയായാണ് വരുന്നത്. 31 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടെന്ന് ഓർക്കുക, 36 സഹമന്ത്രിമാരാണുള്ളതെന്ന് ഓർക്കുക. സഹമന്ത്രിമാരിൽ നമ്മൾ സുരേഷ് ഗോപിയുടെ അതുപോലെ ജോർജ് കുര്യൻ്റെ മാത്രം നോക്കി വെച്ചാൽ മതി. സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ജോർജ് കുര്യൻ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം. പിന്നെ 5 മന്ത്രിമാർക്ക് സ്വതന്ത്ര ചുമതല ഉണ്ടെന്ന് പറഞ്ഞു. അത് ആരൊക്കെയാണ്? റാവു ഇന്ദർജിത്ത് സിംഗ്, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, അർജുൻ റാം മേഘവാൾ, പ്രതാപ് റാവു ജാദവ്, ജയന്ത് ചൗധരി. ഇത്രയും പറഞ്ഞു. പിന്നെ നമ്മൾ ഓരോ മന്ത്രിമാരും വകുപ്പുകളും പറഞ്ഞു അല്ലേ. ഒന്നും കൂടെ പറയാം ജസ്റ്റ്. ധർമ്മേന്ദ്ര പ്രധാനം വിദ്യാഭ്യാസം. അന്നപൂർണ ദേവി പറയുമ്പോൾ വനിത, ശിശു വികസനം. മനോഹർലാൽ ഖട്ടർ, മോഹൻലാൽ, ഊർജം. എൻ്റെ ഒപ്പം നിങ്ങളും ജസ്റ്റ് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. മനോഹർലാൽ ഖട്ടർ, മോഹൻലാലിനെ കാണുമ്പോൾ വളരെ ഊർജം. നിർമ്മല സീതാരാമൻ, ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം. ഭൂപേന്ദ്ര യാദവ്, ഭൂമി, പരിസ്ഥിതി, വനം. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സുഖമായിരിക്കുന്നത് എപ്പോഴാണ്? യുവജനം അല്ലേ, യുവജനകാര്യം. യുവജനങ്ങളാണ് തൊഴിൽ തേടുന്നത്, കായികം ഒക്കെ കണക്ട് ചെയ്യാം. CR പാട്ടിൽ പാട്ട് പോലെ തോന്നിയത് എന്തായിരുന്നു? ജൽശക്തി അല്ലേ, ശക്തിയിൽ ഒഴുകുന്ന ജലമായിരുന്നു. CR പാട്ടിൽ ജൽശക്തി വകുപ്പ്. രാജ്നാഥ് സിംഗ് പ്രതിരോധം അല്ലേ, രാജാവ് എന്താണ്? പ്രതിരോധത്തിന് സൈന്യത്തെ നിരത്താണ്. അമിത് ഷാ ആഭ്യന്തരം, സഹകരണം. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ഹൈവേ. എങ്ങനെ കിട്ടിയത്? കരി എന്ന് പറയുമ്പോൾ കറുപ്പ് റോഡ് അല്ലേ, റോഡ് കറുപ്പാണ്. അപ്പോൾ റോഡ് ഗതാഗതം, ഹൈവേ. JP നടക്കുക. നടക്കുന്നത് എപ്പോഴാണ്? ആരോഗ്യമുള്ളപ്പോഴേ നടക്കാൻ പറ്റൂ അല്ലേ. അപ്പോൾ JP നഡ്ഡ ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. S ജയശങ്കർ വിദേശകാര്യം. അതങ്ങനെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? ജയിക്കാൻ അല്ലേ, ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ട് ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോയി? ആളുകൾ വിദേശത്തേക്ക് പോയി അല്ലേ, സമ്പാദിക്കാനായി. അങ്ങനെ പോയി സമ്പാദിച്ച് ജയിച്ച് വന്നു. അപ്പം ജയിക്കാൻ വിദേശത്ത് പോയി. ജയശങ്കർ വിദേശകാര്യം. അശ്വിനി വൈഷ്ണവ് റെയിൽവേ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് അങ്ങനെ പഠിച്ച് വെക്കുക. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, IT, വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ്. ശിവരാജ് സിംഗ് ചൗഹാൻ നമ്മൾ പറഞ്ഞു അല്ലേ, ശിവരാജ് എന്ന് പേരുള്ള ഒരു കർഷകൻ ഉണ്ട് എന്നൊക്കെ ഓർത്താൽ മതി. കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം ഒക്കെ പ്രവർത്തിക്കുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ. പിന്നെ HD കുമാരസ്വാമിയാണ് പറഞ്ഞത്. സ്വാമി ഭയങ്കര ഉരുക്ക് പോലെ ശക്തിയുള്ള ആളാണ് അല്ലേ. അപ്പോൾ ഉരുക്ക്, ഘന വ്യവസായം, കുമാരസ്വാമി. പീയൂഷ് ഗോയൽ വാണിജ്യം, വ്യവസായം. അത് അങ്ങനെ തന്നെ പഠിക്കുക ചെയ്തത്. പീയൂഷ് ഗോയൽ വാണിജ്യം, വ്യവസായം. പിന്നെ ജിതിൻ റാം മാഞ്ചി ഇടയ്ക്ക് കിടക്കുന്ന ചെറിയ റാം അല്ലേ. അപ്പോൾ ചെറുകിട ഇടത്തരം സംരംഭം. സർബാനന്ദ സനോവാൾ, സർവാനന്ദം എപ്പോഴാണ്? ഷിപ്പിംഗ് ടൈമിൽ അല്ലേ, ജലഗതാഗതം, തുറമുഖം. സർബാനന്ദം. റാം മനോഹർ നായിഡു, മനോഹരമായ കാഴ്ച എവിടുന്ന കാണുക? വ്യോമയാനം. രാജീവ് രഞ്ജൻ സിംഗ്, പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജ്. ഫിഷറീസ്, മൃഗപരിപാലനം കൂടെ ഉണ്ട്. പിന്നെ ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി. സാമൂഹിക നീതി നടത്തേണ്ട ആളാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ, സാമൂഹിക നീതി. പ്രഹ്ലാദ് ജോഷി, ആഹ്ലാദം എപ്പോഴുണ്ടാവുന്നത്? ഭക്ഷ്യവസ്തു കാണുമ്പോൾ അല്ലേ. അപ്പോൾ ഭക്ഷ്യ ഉപഭോക്തൃകാര്യം പ്രഹ്ലാദ് ജോഷി. ജുവയിൽ ഓരം, പട്ടികവർഗം. ഓരത്താണ് പട്ടികവർഗം ഒക്കെ താമസിക്കുന്നത്. പട്ടികവർഗത്തിൽ വിഭാഗപ്പെട്ട നമ്മുടെ ആളുകൾ എവിടെയാണുള്ളത്? ഒരു ഓരത്താണ്, മലയുടെ ഓരത്താണ്. ജുവയിൽ ഓരം, പട്ടികവർഗം. ഗിരിരാജ സിംഗ് ടെക്സ്റ്റൈൽസ്, ഗിരിരാജ ടെക്സ്റ്റൈൽസ് അങ്ങനെ കണക്ട് ചെയ്യുക. ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ. കിരൺ റിജിജു വളരെ ന്യൂനായിട്ട് കേൾക്കുന്നൊരു പേരാണല്ലോ. റിജിജു ന്യൂനപക്ഷം, പാർലമെൻ്ററി കാര്യം. ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത്, ഗജത്തിൻ്റെ പുറത്ത്, ആനയുടെ പുറത്ത് കയറിയിട്ട് പോവാണ്. സാംസ്കാരികം, ടൂറിസം അല്ലേ,
ടൂറിസം എന്ന് പറയുമ്പോൾ ടൂർ പോണത് ഗജത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ്. ഹർദീപ് സിംഗ് പുരി, ദ്വീപ് നിന്നാണ് പെട്രോളിയം പ്രകൃതിവാതകം കിട്ടുന്നതെന്ന് ഓർത്താൽ ഹർദീപ് സിംഗ് പെട്രോളിയം പ്രകൃതിവാതകം. കിഷൻ റെഡ്ഡി കൽക്കരി ഖനി. ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണം. പിന്നെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി പേഴ്സണൽ പെൻഷൻ, ആണവോർജം, ബഹിരാകാശം. പിന്നെ മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ കോഡുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, എന്നാൽ തന്നെ നമുക്ക് എക്സാമിന് ഉത്തരത്തേക്ക് എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതേപോലെയുള്ള കോഡുകളും മറ്റ് ടോപ്പിക്കുകളൊക്കെ ഇതേപോലെ കോഡുകളിലൂടെ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക കേട്ടോ. എന്നാലാണ് പിന്നെ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ താങ്ക് യു.